ആ സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സന്തോഷകരമായ അനുഗ്രഹീതമായ ജുമാ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പവിത്രമായ വിശുദ്ധമായ ദിനമാണ് വെള്ളിയാഴ്ച. അതിൻ്റെ ഖുത്ബയും നമസ്കാരങ്ങളുമെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ആ പവിത്രത മാനിച്ചുകൊണ്ടും അതിനെ ഉൾക്കൊണ്ടുകൊണ്ടും വെള്ളിയാഴ്ച ദിവസത്തെ ചൈതന്യവത്താക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ചതമ്പുരാൻ ഈ ജുമാ ദിനത്തെ നമ്മളിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടുന്ന ഒരു ദിവസമാണ് ശരിക്കും സത്യത്തിലിത്. നമുക്ക് ഇന്നത്തെ ഒരു വലിയ പ്രത്യേകത റജബ് മാസം പിറന്നിരിക്കുന്നു എന്നതാണ്. റജബ് മാസം അല്ലാഹു തആല പവിത്രമാക്കിയ മാസങ്ങളിൽ ഒരു മാസമാണ്. ഈ മാസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സവിശേഷമായ ആരാധനകളോ അനുഷ്ഠാനങ്ങളോ ഒന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മാസത്തിൽ സാധ്യമാകുന്നിടത്തോളം നന്മകൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടുന്ന മാസങ്ങളിൽ ഒന്നാണ് എന്ന് ഹദീസുകളിൽ ഈ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മറ്റു മാസങ്ങളിൽ തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്യുന്നത് പോലെയല്ല ഈ പവിത്രമായ 4 മാസങ്ങളിൽ പാപങ്ങൾ സംഭവിക്കുക എന്നത്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതീവ ഗുരുതരമായ സംഗതിയായി കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പവിത്രമായ 4 മാസങ്ങൾ നമുക്കറിയാം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അത് 3 ചേർന്ന് വരുന്ന മാസങ്ങളാണ്. പിന്നെ ഒന്ന് പറയുന്നത് റജബ് മാസമാണ്. റജബ് മാസം, ഈ 4 മാസങ്ങളും ജാഹിലിയ കാലത്ത് തന്നെ ഏറെ ആദരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പാരമ്പര്യങ്ങളിലൂടെ ആദരിക്കപ്പെട്ട മാസങ്ങളാണ് ഇത്. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഈ മാസത്തിൻ്റെ ആദരവ് ഉൾക്കൊണ്ട് സാധാരണത്തിൽ ഈ റജബ് മാസമാകുമ്പോൾ നമ്മളൊരു ദുആ ഒക്കെ പ്രത്യേകം നമ്മൾ ചെയ്യും. റമദാന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ ദിവസങ്ങളും കൂടിയാണല്ലോ. നമ്മൾ സാധാരണ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന പ്രാർത്ഥന ചെയ്യാറുണ്ട്. ആ പ്രാർത്ഥന സഹിയായ ഹദീസൊന്നുമല്ല, ദുർബലമായ ഹദീസാണ്. പക്ഷെ ആ പ്രാർത്ഥന ഒരു പ്രാർത്ഥന എന്ന നിലയ്ക്ക് ഒരു പക്ഷേ നമ്മളെ റമദാനെ കുറിച്ച് നിരന്തരമായി ഓർമ്മപ്പെടുത്താനും റമദാന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മളിൽ ഉണ്ടാകാനും ഒക്കെ കാരണമാകുന്ന ഒരു പ്രാർത്ഥനയും കൂടിയാണ്. നമുക്ക് ആ പ്രാർത്ഥന ഒക്കെ നിർവഹിക്കാവുന്നതാണ്, അതിന് വിരോധമൊന്നുമില്ല, പ്രാർത്ഥന നിർവഹിക്കാവുന്നതാണ്. എന്തായാലും വിശുദ്ധമായ റമദാനിലേക്ക് ഇനി 2 മാസങ്ങളാണ് ശേഷിക്കുന്നത്. റജബും ശഅബാനും കഴിഞ്ഞാൽ റമദാനിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. പടച്ചതമ്പുരാൻ ഈ കടന്നു പോകുന്ന മാസങ്ങളിലും ദിനങ്ങളിലും നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുകയും വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിനെ അതിൻ്റെ പൂർണ്ണമായ ചൈതന്യത്തോടെ ഉൾക്കൊള്ളാൻ, നമ്മുടെ പാപമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ഒക്കെ മാസമായി അത് മാറണം. അതിനുള്ള ഉദവി നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കടന്നുപോയ 5-6 ഖുത്ബകളിലായി കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. കുടുംബജീവിതം നമുക്ക് കടന്നുപോയ ഖുത്ബയിൽ നമുക്ക് മനസ്സിലായി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇസ്ലാമിൽ. അത് അതിപ്രധാനമായ കാര്യമാണ്. നാളെ പരലോക നാളിൽ പടച്ച റബ്ബിന്റെ അടുക്കൽ വളരെ ഗൗരവതരമായി വിചാരണ ചെയ്യപ്പെടാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് കുടുംബം. ഒരുപക്ഷെ നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ കുടുംബജീവിതവും ബന്ധങ്ങളും അവിടെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ ഹിസാബിനെ വളരെയേറെ ഭയപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ തഖ്വയുള്ളവരായിരിക്കണം എന്ന് കടന്നുപോയ ഖുത്ബകളിലൊക്കെ നമ്മളെ സൂചിപ്പിച്ച് കടന്നുപോയ കാര്യമാണ്. തൊട്ടുമുമ്പ് ഖുത്ബ പറഞ്ഞിരുന്ന ഖത്തീബിനെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ച് നമ്മളോട്. പക്ഷെ നമ്മൾ ധാരാളമായി ഇങ്ങനെ കേൾക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു. പക്ഷെ ഇതൊന്നും പലപ്പോഴും ജീവിതത്തിൽ എന്താകുന്നില്ല, നടപടിയാകുന്നില്ല, നടപ്പിൽ വരുന്നില്ല. ഇസ്ലാമിക ജീവിതത്തിന് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്, അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ജീവിതം, ലോകത്ത് 3 തരം കാഴ്ചപ്പാടുകളുണ്ട്, 3 തരം അനുഭവങ്ങളുണ്ട്. ഒന്ന് ഭൗതിക ജീവിതവുമായി ഭൗതികതയുടേതാണ്, ഭൗതിക ദർശനങ്ങളുടേതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലാണ് ആകെയുള്ള ജീവിതം, അതോടുകൂടി അത് അവസാനിക്കുകയാണ്.
ഇവിടെ അടിപൊളിയായിട്ടൊക്കെ ജീവിക്കണം. അപ്പൊ അതിനകത്ത് നമുക്ക് തടസ്സം ഉണ്ടാകുന്നൊന്നും പാടില്ല എന്നതാണ് അവരുടെ പ്രചരണ പരിപാടികൾ. അതങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വേറൊന്നും മതകീയമായ കാഴ്ചപ്പാടുകളാണ്. കുടുംബജീവിതത്തെക്കുറിച്ചും ഇതെല്ലാം ഉണ്ട് കേട്ടോ. കുടുംബത്തെക്കുറിച്ചും അങ്ങനെ ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്നുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായമായ മാതാപിതാക്കളെ നോക്കണോ വേണ്ടേ എന്നുള്ള തർക്കമൊക്കെ വരുന്നത്. കാരണം ഇവിടെ എനിക്ക് തടസ്സമാണത്. മക്കളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, മക്കള് ഒന്നിലേറെയായാൽ പ്രയാസകരമാകുമല്ലോ എന്നുള്ള ചിന്ത, കുട്ടികൾ ഇപ്പോൾ വേണോ വേണ്ടേ എന്നുള്ള ആലോചനയൊക്കെ ഒരു മനുഷ്യൻ ഭൗതികതയ്ക്ക് അടിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജീവിത കാഴ്ചപ്പാടിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സംഗതികളാണ്. വേറൊന്നും മതകീയം എന്ന് പറയുന്ന രണ്ടാമത് ഒരു കാഴ്ചപ്പാട് ലോകത്തുണ്ട്. മതകീയം എന്ന് പറയുന്ന അവിടെ ഈ സന്യാസം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. സന്യാസിയായി ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുക, അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പരിഗണനയിലും പരിധിയിലും വരുന്ന കാര്യങ്ങളല്ല. ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് പറയുന്നതാണ്. മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട് അങ്ങനെ വലിയൊരു പ്രചരണമുണ്ട്. ആരാധനകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, മറ്റു കാര്യങ്ങളൊന്നും അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. അതിങ്ങനെ വരുമ്പോഴേക്കും ഇങ്ങനെ വന്നു പോകുന്ന കാര്യങ്ങളാണ്. വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും പ്രധാനമായിട്ടൊന്നുമില്ല. ഇതാണ് കേവല മതകീയമായ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്. ലോകത്തെ രണ്ട് കാഴ്ചപ്പാടുകളാണിത്. ഇനി മൂന്നാമതൊരു കാഴ്ചപ്പാടുണ്ട്. അതിന്റെ പേരാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്. ഇസ്ലാമികമായ കാഴ്ചപ്പാടിന്റെ പ്രത്യേകത എന്താ? അത് ഭൗതിക ജീവിതത്തെയും പാരത്രിക ജീവിതത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത. അതാ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. കേവല ഭൗതികതയല്ല, ദുനിയാവിൽ മാത്രം ഹസനത്ത് കിട്ടണമെന്നല്ല, ഇവിടെ ഇടപാടൊന്നുമില്ല, പരലോകത്ത് മാത്രം അങ്ങനെയല്ല. പടച്ചവനെ, രണ്ട് ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ സന്തോഷം തരണം, രണ്ട് ജീവിതവും ഭംഗിയുള്ളതാകണം, രണ്ടും മനോഹരമാകണം. ഇതാണ് ആ പ്രാർത്ഥനയുടെ പൊരുള്. അപ്പൊ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ കാര്യങ്ങളിലും അയാൾ ഉത്തരവാദിയാണ്. എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. കേവലമായി ഒന്നിനെയും മറ്റൊന്നിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല. ഭരണമാണെങ്കിലും അധികാരമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും എന്റെ സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും സാമൂഹിക ബന്ധങ്ങളാണെങ്കിലും വ്യക്തിപരമായ എന്റെ ഇടപാടുകളാണെങ്കിലും സകല കാര്യങ്ങളിലും ഈ രണ്ട് കാര്യങ്ങളും പാലിക്കുന്നവനാണ് മുഅ്മിൻ. രണ്ട് കാര്യം ശ്രദ്ധിക്കും. റബ്ബിന്റെ അടുക്കൽ ഇത് വിചാരണ ചെയ്യപ്പെടുമല്ലോ, അള്ളാഹു എന്നെ ചോദ്യം ചെയ്യുമല്ലോ എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത് നമ്മളിൽ ഉണ്ടാക്കുന്നത് ഈമാൻ എന്ന് പറയുന്ന സുപ്രധാനമായ ഒരു ഘടകമാണ്. ലോകത്തു മറ്റേത് വിഭാഗങ്ങളിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ഈമാനാണ്, മുഅ്മിനീങ്ങൾ എന്നതാണത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അതുള്ളവർക്ക് ഇതെല്ലാം നടപടിയാവുള്ളൂ. ഈമാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഅ്മിനീങ്ങളായി മാറുക എന്നതാണ് അതിന്റെ പൊരുള്. അപ്പൊ നല്ല മുഅ്മിനീങ്ങളായ മനുഷ്യരാകണം. മുഅ്മിനീങ്ങളായ ആളുകൾക്കുള്ളതാണ് ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം. എപ്പോഴും ഇങ്ങനെ ഈമാൻ ഉണ്ടാകുക, ഇതെല്ലാം ശരിയാകട്ടെ. നമ്മളിപ്പോ റമദാനിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. വിശുദ്ധ റമദാനിൽ എങ്ങനെ പ്രവേശിക്കണം എന്ന് ചോദിച്ചാൽ മുഅ്മിനീങ്ങളായി പ്രവേശിക്കണം എന്നതാണ്. നമ്മുടെ കുടുംബജീവിതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം? നല്ല മുഅ്മിനായി ഈമാനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് എന്റെ കുടുംബജീവിതത്തെ കൈകാര്യം ചെയ്യണം എന്നതാണത്. അപ്പൊ ഈമാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യത്തെ വർഷങ്ങളെല്ലാം 13 വർഷം എന്ന് വേണേൽ പറയാം, 10 വർഷമെന്ന് ചുരുക്കി നമുക്ക് പറയാം, മുഴുവൻ ഈമാൻ കാര്യങ്ങളാണ്. ആ ഒരു സമൂഹത്തെ ഈമാനിലേക്ക് കൊണ്ടുവരികയാണ്, ശരിയായ ഒരു പ്രപഞ്ച വീക്ഷണത്തിലേക്ക് കൊണ്ടുവരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്യുന്നത്. അവിടുന്ന് അതിന് തുടക്കം ഒരു പ്രപഞ്ച വീക്ഷണം, ഗൗരവപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവരോട് പറയുന്നു, അള്ളാഹുവിനെ അവർക്ക് പരിചയപ്പെടുത്താണ്. ഈ പ്രപഞ്ചത്തിന് അള്ളാഹുവിനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? അള്ളാഹുവിനെ അറിയാം, ആ ജനങ്ങൾക്കും അറിയാം, ദൈവവിശ്വാസം ഉള്ളവരാണ് അവരെല്ലാവരും. പക്ഷേ അത് അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത് അള്ളാഹു നമ്മളെ വാത്സല്യനിധിയാണ്, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു അർ-റഹ്മാനാണ്, എല്ലാവരോടും കരുണയുള്ളവനാണ്, ഒരാളോടും വിവേചനമില്ല റബ്ബിന്, എല്ലാവരോടും കരുണ ചെയ്യുന്നവനാണ്. എത്ര വലിയ പാപിയാണെങ്കിലും അവൻ അള്ളാഹുലേക്ക് മടങ്ങിപ്പോകാം, ആരോടും ഒരു വിവേചനവും പടച്ച റബ്ബിനില്ല. അക്കാലം അത്രയും പറഞ്ഞ ദൈവവിശ്വാസം വേറൊന്നായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തത്. അള്ളാഹു കാരുണ്യവാനാണ്, വാത്സല്യനിധിയാണ്, അള്ളാഹു നമ്മളോടൊപ്പം തന്നെയുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് പോലും ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോ അള്ളാഹുവിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി, എന്നിട്ട് അള്ളാഹുവിന്റെ മലക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി, മലക്കുകളിലൂടെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്.
മലക്കുകളെ കുറിച്ചുള്ള നല്ല ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് നമ്മുടെ കൂടെ തന്നെയുണ്ട്. എന്റെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്നത് അവരാണ്, അവരെന്റെ സുഹൃത്തുക്കളാണ്, എന്റെ കൂട്ടുകാരാണ്. ഞാൻ അവരെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തെറ്റും കുറ്റവും ചെയ്യണം അവർക്ക് ഇഷ്ടമല്ല, വിഷമമാണ് അവർക്ക്. നന്മ പറയുന്നിടത്ത് അവർ ഓടിക്കൂടും. ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം ഈമാനിലൂടെ രൂപപ്പെട്ടു വരുന്ന മലക്കുകളിലൂടെയാണ് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. അങ്ങനെ മലക്കുകളെ കുറിച്ച് പരിചയപ്പെടുത്തി, പ്രവാചകന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തി. അള്ളാഹു മനുഷ്യരാശിക്ക് വഴി കാണിക്കാനായി മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുക എന്നാണ് അള്ളാഹുവിന്റെ രീതി. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് ഞാൻ. അള്ളാഹു എനിക്ക് നുബുവത്ത് നൽകിയിരിക്കുന്നു. ഇങ്ങനെ ഈമാനിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് അവരിങ്ങനെ കൊണ്ടുപോകാൻ. അങ്ങനെ അവസാനം അവർ ആരായി മാറിയെന്നറിയോ? നല്ല അള്ളാഹുവിനെ അനുഭവിക്കുന്ന മനുഷ്യരായി മാറി. റബ്ബിന്റെ സാമീപ്യം നിരന്തരം പറഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവർക്ക് നല്ല ബോധ്യം വന്നു. ഇഖ്റാറുൽ ഖൽബ് സംഭവിച്ചു. ഹൃദയത്തിൽ നല്ല ബോധ്യം. നമുക്കുണ്ടാകാതെ പോകുന്നത് പലപ്പോഴും ഇങ്ങനെ ചില കാര്യങ്ങളാണ്. ഈ പൂർണ്ണമായ ബോധ്യമാണ്, എന്റെ റബ്ബ് എന്റെ കൂടെ തന്നെ ഉണ്ട്, എന്റെ റബ്ബ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. സകല ഇടപാടുകളിലും എന്റെ റബ്ബ് സാക്ഷിയാണ്. എന്റെ കൊള്ളക്കൊടുക്കുകളിൽ, ജീവിത വ്യവഹാരങ്ങളിൽ, സർവകാര്യങ്ങളിലും ആ ബോധ്യമാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അല്ലാഹുവേ, അധികാരമാകുന്ന വലിയ അമാനത്ത് പടച്ചവനെ നീ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ അധികാര പരിധിയിൽ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടാതെ വിശന്ന് ഒരാട്ടിൻകുട്ടിയെങ്കിലും ചത്തുപോയാൽ റബ്ബേ, നിന്റെ അടുക്കൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്ന് അസ്വസ്ഥപ്പെടുത്തിയത് ഈ ബോധ്യമാണ്. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഉത്തരവാദിത്തങ്ങൾ അത്ര ഭാരിച്ചതാണ്. അതുകൊണ്ട് അവരാരും അധികാരത്തെ ആസ്വദിക്കുന്നവരായിരുന്നില്ല. നാളെ റബ്ബിന്റെ കോടതിയിലെ വിചാരണ ഭയപ്പെട്ട് അതിസൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തവരായി മാറിയത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു അനുഭവത്തിലേക്ക് ആ ജനസമൂഹത്തെ കൊണ്ടുപോയി. മദ്യം നിഷിദ്ധമാക്കിയ ആദ്യത്തെ വർത്തമാനത്തിൽ തന്നെ അതെല്ലാം തങ്ങൾ മദ്യത്തെ ഒഴിവാക്കി എന്ന് മാത്രമല്ല, അവരുടെ വലിയ വ്യവസായമാണെന്ന മദ്യം. ഇതാണ് അതിലെ പവർ, ഈമാന്റെ പവറതാ. റബ്ബിനെ കുറിച്ച് അല്ലാഹ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും തച്ചുടച്ച് കളയാൻ കഴിയുമാറ് അല്ലാഹുമായിട്ടുള്ള ബന്ധം അതിശക്തമായി മാറി. അതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ മൊത്തം. അവർ ആമൂലാഗ്രം ഈമാൻ ഉടച്ചു വാർത്തു. അപ്പൊ ശരിക്കും മുഅ്മിൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ മുഅ്മിൻ. ഹൃദയത്തിൽ നല്ല ഇഖ്റാർ സംഭവിച്ച ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായി. പ്രവാചകന്മാരെല്ലാം പറഞ്ഞു കടന്നുപോയ ആ ജീവിത യാഥാർത്ഥ്യത്തെ അവർ പൂർണ്ണമായും ഉൾക്കൊണ്ട് നല്ല മുഅ്മിനീങ്ങളായി. അങ്ങനെ സംഭവിച്ചപ്പോ എന്തുണ്ടായി? ഹൃദയത്തിൽ ഈമാനിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്താ ഹൃദയത്തിൽ ഈമാനിന്റെ പ്രവർത്തനം? റബ്ബുമായിട്ടുള്ള ഖുശൂ ഒക്കെ സംഭവിക്കാൻ തുടങ്ങി. നല്ല സ്നേഹബന്ധമാണ് റബ്ബുമായിട്ട്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഗാഢമായ ബന്ധമായി ഹൃദയത്തിനകത്ത്. അതൊരു മധുരമായ അനുഭവമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈമാനിന്റെ മധുരം ആസ്വദിക്കുക. റബ്ബുമായിട്ടുള്ള ഗാഢമായ ബന്ധം ഹൃദയത്തിന് അങ്ങോട്ട് സംഭവിച്ചു. അനുഭവമെല്ലാം അതാരും പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ഓർമ്മയല്ല. അവരുടെ ഇത് തന്നെയാണ് വേറൊരു രൂപത്തിൽ പറയുന്ന നമ്മള് ദിക്റിനെ കുറിച്ചൊക്കെ പറയാറില്ലേ? ദിക്റിന്റെ ഒക്കെ അനുഭവം അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നല്ല ബോധ്യമുള്ള മനുഷ്യരായി, നല്ല ബോധ്യമായി. ഹൃദയത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ വികാരങ്ങൾ വരാൻ തുടങ്ങി. എന്താ വികാരം? അല്ലാഹുവേ, ഞാൻ വളരെ സൂക്ഷിക്കണമല്ലോ അല്ലാ, നിന്റെതാണല്ലോ ഈ അടിമകൻ. പടച്ചവനെ, ഒരു മനുഷ്യനും ഞാൻ കാരണം ഉപദ്രവിക്കപ്പെടാൻ പാടില്ലല്ലോ പടച്ചവനെ. എല്ലാം നീ കാണുന്നുണ്ടല്ലോ, മലക്കൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരാൾക്കും ഞാൻ ഭാരമാകാതെ, ആരെയും പ്രയാസപ്പെടുത്ത. അതുകൊണ്ട് ഹൃദയത്തിൽ തഖ്വയുണ്ടായി. അപ്പോ തഖ്വ എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായ ജീവിതം. തെറ്റുകളൊന്നും വരാൻ പാടില്ല. അതൊന്നും എന്റെ റബ്ബിന് ഇഷ്ടമല്ല എന്നതാ. നാട്ടുകാര് കാണുമോ ഇല്ലേ എന്നതല്ല, എന്റെ റബ്ബിന് അത് ഇഷ്ടമല്ല. എന്റെ റബ്ബിന് അത് ഇഷ്ടമല്ല. നാളെ പരലോക നാളിൽ എനിക്ക് സന്തോഷത്തോടെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം. ഈ വല്ലാത്ത വൈകാരികതയിലേക്ക് ഒരു ജനസമൂഹം മുഴുവനും കടന്നു പോവാണ്. അവിടെയാണ് ഇസ്ലാം വിജയിക്കുന്നത്. അതില്ലാതെ പോയാൽ ബാക്കിയെല്ലാം കെട്ടുകാഴ്ചകളായി മാറും, ബാഹ്യമായ കെട്ടുകാഴ്ചകളായി മാറും. ആരാധനകൾ ഉണ്ടാകും, അനുഷ്ഠാനങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ ചെയ്യലുണ്ടാവും, ഹജ്ജിന് പോയിട്ടുണ്ടാകും, ഉംറയും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പൊള്ളയായ മനുഷ്യരായിരിക്കും. അതുകൊണ്ടാണ് ഈ ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കാത്ത ആളുകളെ സംബന്ധിച്ചുള്ള പരാമർശം നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ ഹുജറാത്തിലെ 14-ാമത്തെ ആയത്ത് നേരത്തെ ഓതി വെച്ച ആയത്താണ്. അവിടെ പ്രത്യേകമായി ഈ
അഅറാബികളെ കുറിച്ച് പറയുന്നത് വലമ്മ യദ്ഖുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ കടന്നിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറയണ്ട. കാലത്തിൽ അഅറാബു ആമന്ന, അഅറാബികൾ പറഞ്ഞു ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്നവർ പറഞ്ഞു. അവരെ തിരുത്താണ്. ഖുല്ലം തുഅ്മിനു, അങ്ങനെ പറയല്ലേ, നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല. അങ്ങനെ പറയല്ലേ, നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംനാ, ഞങ്ങൾ റസൂലിന് കീഴടങ്ങി എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും വന്നപ്പോ ഇങ്ങനെ വന്നതാണ്. എല്ലാവരും വന്നപ്പോ വന്നതാണ്. ഈ രാജ്യത്തിന്റെ കുറെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ആരാടാ പറയണത്? ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ആളുകളെ തിരിച്ചാണ്. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. നിങ്ങൾ ഈ അനുഭവിക്കുന്നതിന്റെ പേരല്ല ഈമാൻ. ഇത് ഈമാനല്ല. അതിപ്പോ നിങ്ങൾ വന്ന എല്ലാവരുടെയും കൂടെ ഇപ്പൊ കൂടിയിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇതിന്റെ അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയില്ലേ എന്ന് അവരെ തിരുത്താണ്. എന്നിട്ട് പറയുന്നുണ്ട് വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. ഈമാൻ കടന്നിട്ടില്ല, അത് ഭയങ്കര മധുരമാണ്. ഈ പറച്ചിൽ പിന്നെ ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾ മുഅ്മിനാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങോട്ട് സംഭവിക്കുകയാണ്. ആർക്ക് കണ്ടാലും തിരിച്ചറിയും. ഒരു മുഅ്മിനെ പെട്ടെന്ന് മനസ്സിലാകും. തന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നല്ല ഈമാൻ ഉള്ളിലേക്ക് കടന്ന മനുഷ്യരായി, നല്ല ഇഖ്റാറുൽ ഖൽബ്, ഹൃദയത്തിൽ സംഭവിക്കുന്ന മനുഷ്യരാകണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. രണ്ടാമതുണ്ടാകുന്നത് നമ്മുടെ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമാണ്. എന്റെ നാവ് കൊണ്ടുള്ള വർത്തമാനങ്ങളിലും വാക്കുകളിലും അള്ളാഹുവിന് നിരക്കാത്തതൊന്നും വരില്ല. ഭയങ്കര ശ്രദ്ധയാണ്. ഷഹാദത്ത് കലിമയുടെ പ്രഖ്യാപനത്തിലൂടെ നാവ് ഈമാനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഇനി അത് കഴിഞ്ഞാലോ, മൂന്നാമത്തെ കാര്യം, എന്റെ ശരീരത്തിന്റെ അമലിലൂടെ എന്റെ ഈമാനിനെ ഞാൻ സാക്ഷ്യം വഹിക്കണമെന്നതാണ് എന്റെ മൂന്നാമത്തെ ഭാഗം. ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരാൾ മുഅ്മിനാണെന്ന് പറയാൻ പറ്റുക. ഹൃദയത്തിൽ എന്തായി? ഇഖ്റാർ സംഭവിച്ചു. നല്ല ബോധ്യത്തിലാണ്. അള്ളാഹുവിനെ അനുഭവിക്കുന്ന, അള്ളാഹുവിനെ ആസ്വദിക്കുന്ന മനുഷ്യരാണ് അവർ. ഒന്നാമത്തെ ഭാഗം അതാണ്. രണ്ടാമത് സംഭവിക്കുന്നത് എൻ്റെ ഉള്ളിൽ, എൻ്റെ നാവിലൂടെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടായി, ഷഹാദത്തിന്റെ പ്രഖ്യാപനം സംഭവിച്ചു. മൂന്നാമതുണ്ടാകുന്നത് അതെന്റെ പ്രവർത്തനങ്ങളിലൂടെ, എൻ്റെ കർമ്മങ്ങളിലൂടെ അത് പുറത്തേക്ക് വരിക എന്നതാണ്. ഇത് അതീവ പ്രധാനമായ കാര്യമാണ്. എൻ്റെ കർമ്മങ്ങളിലൂടെ അത് പുറത്തേക്ക് വരണം. അതുകൊണ്ട് ഈമാനിലൂടെയാണ് ഇതെല്ലാം രൂപപ്പെട്ട് വരട്ടെ. എൻ്റെ നമസ്കാരം, സർവ്വകാര്യങ്ങളും അങ്ങനെ ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ വരേണ്ടതാണ്. ചടങ്ങല്ല ഒന്നും. ഇസ്ലാമിൽ ചടങ്ങുകളില്ലല്ലോ, ചടങ്ങുകളില്ല. നമ്മുടെ ഓരോ നമസ്കാരങ്ങളും ഈമാനിന്റെ മനോഹരമായ ഓരോ അനുഭവങ്ങളായി രൂപപ്പെടണം എന്നതാണ് എന്റെ പ്രത്യേകത. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. സൂറത്തുൽ ഹുജറാത്തിലെ നേരത്തെ പറഞ്ഞതിന്റെ അഅറാബികളെ തിരുത്തിയതിന്റെ തൊട്ടുടനെയുള്ള 15-ാമത്തെ ആയത്താണ്. അവിടെ പറയുന്നു ഇന്നമൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനൂ ബില്ലാഹി, അല്ലാഹുവിൽ നല്ല ഈമാനുള്ള മനുഷ്യരാണ്. നല്ല ദൃഢബോധ്യമാണ്. അള്ളാഹുവിനെ ആസ്വദിക്കുന്ന, അള്ളാഹുവിനെ അനുഭവിക്കുന്ന മനുഷ്യരാണ് അവർ. റസൂലിഹി, അള്ളാഹുവിന്റെ ദൂതനിലും നല്ല ഈമാനുള്ളവരാണ്. തുമ്മലം വ്യർത്താബു, പിന്നെ അതിനകത്ത് പിന്നെ സംശയങ്ങളൊന്നും അവർക്കില്ല. ഒരു സംശയവും ഇല്ലാത്ത വിധം ഏത് സന്ദർഭത്തിലും എവിടെയും എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായാലും, ഇതിനേക്കാൾ കാര്യപ്പെട്ടത് വേറെ എന്തൊക്കെയോ ഉണ്ട് എന്നാരൊക്കെ പറഞ്ഞാലും ഉറച്ച ബോധ്യമാണ് അതെല്ലാം വലാലത്താണ്, അതെല്ലാം വലാലത്താണ്, അതൊന്നും ഹിദായത്തല്ല എന്ന നല്ല ബോധ്യമുള്ള മനുഷ്യരാണ് അവർ. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ജിഹാദ് ചെയ്യുന്നു. ജിഹാദ് എന്ന് പറഞ്ഞാൽ ജിഹാദിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാം. ഞാൻ പറയുന്നത് ഈ അർത്ഥത്തിൽ സമ്പൂർണമായ ഈമാനിന്റെ ഉടമകളായി മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടെ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയാണ്, ആമുറുക്കും ബിൽ ഈമാനി ബില്ലാഹി വഹദ, ആമുറുക്കും, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയാണ്, ആമുറുക്കും, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ബിൽ ഈമാനി ബില്ലാഹി വഹദ, അല്ലാഹു അല്ലാതെ, അല്ലാഹുവിൽ മാത്രം, ഏകനായ അല്ലാഹുവിൽ നല്ല ഈമാനുള്ളവരാകണം എന്ന് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. കൗതുകകരമായ ഒരു ഹദീസാണത്. നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോയ ഹദീസുകളിൽ ഒന്നാണ് എന്നെനിക്ക് തോന്നുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് ഏകനായ റബ്ബിന് മാത്രം ഈമാനുള്ള
മനുഷ്യരായി മാറണമെന്ന് നിങ്ങളോട് ഞാനിതാ കൽപ്പിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു വെക്കുകയാണ്. സഹാബാക്കൾ എന്നിട്ട് നിശബ്ദതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം അങ്ങനെയാണല്ലോ അല്ലേ, വാക്കിങ്ങനെ മുറിച്ച് നിർത്തിയാ പറയാ. ഭയങ്കരമായ നിശബ്ദതയിലാണ് വർത്തമാനം. സഹാബാക്കളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ കേട്ടിരിക്കുകയാണ് എന്താണ് ഇനി പറയാൻ പോകുന്നതാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, അതദ്റൂന മൽ ഈമാനു ബില്ലാഹി വഹദ, ഏകനായ അല്ലാഹുവിൽ ഈമാൻ കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? സഹാബാക്കളോട് ചോദിച്ചു, എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക് എന്നാണ് ആ ചോദ്യം. അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും അല്ലാഹുവിന്റെ ദൂതനുമാണ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുക എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ പഠിപ്പിക്കാൻ പോകണം കേട്ടോ, ശ്രദ്ധിക്കണം, ആ ഭാഗം വളരെ ശ്രദ്ധ വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറയലാണത്, ഹൃദയം നിറഞ്ഞ് ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കലാണ്. രണ്ടാമത് പറയണത് അറിയോ, വഇഖാമിസ്സലാ, നമസ്കാരം നിലനിർത്തലാണ്. നമസ്കാരം നിലനിർത്തലാണ്. ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉണ്ടായാൽ മാത്രം പോരാ, എൻ്റെ ശരീരത്തിലൂടെ അത് പുറത്തേക്ക് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഓരോ നമസ്കാരവും എൻ്റെ ശരീരത്തിന്റെ ഈമാനിന്റെ പ്രഖ്യാപനമാണ്. എൻ്റെ ശരീരം പ്രഖ്യാപിക്കാൻ റബ്ബിന്റെ മുന്നിൽ, അല്ലാഹുവേ ഞാൻ മുഅ്മിനാണ് എന്ന് എൻ്റെ കയ്യും കാലും കണ്ണും കാതും പ്രഖ്യാപിക്കുകയാണ് റബ്ബിനോട് ഓരോ നമസ്കാര വേളയിലും. അതാണ് നല്ല നിസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഈമാൻ ഹൃദയത്തിൽ ഇഖ്റാറാണ്, ഉറപ്പാണ്. നാവിന്റെ ഈമാൻ നാവിലൂടെയുള്ള ഷഹാദത്ത് കലിമയുടെ പ്രഖ്യാപനമാണ്. ശരീരത്തിന്റെ ഈമാനോ, ശരീരം എങ്ങനെ ഈമാൻ പ്രഖ്യാപിക്കുന്നത്? അതിന്റെ നമസ്കാരത്തിലൂടെയാണ്. ഇന്ന് നമ്മൾ ജുമാ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഈ ബോധ്യത്തോടെ നിസ്കരിച്ചു നോക്കി, നമസ്കാരത്തിന്റെ ലെവലേ മാറും. അല്ലാഹുവേ നിന്റെ മുന്നിൽ എൻ്റെ ശരീരം ഈമാൻ പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹ് എൻ്റെ ശരീരത്തിന്റെ ഈമാൻ നീ സ്വീകരിക്കണേ പടച്ചവനെ എന്ന ബോധ്യത്തിലാണ് നമ്മൾ നമസ്കരിക്കുന്നത് എങ്കിൽ, അപ്പൊ എൻ്റെ ശരീരത്തിന്റെ ഈമാനിന്റെ പ്രഖ്യാപനമാണ് ഈ എൻ്റെ നമസ്കാരത്തിലൂടെ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു പറഞ്ഞു, വഇതാഇ സക്കാത്ത്, സക്കാത്ത് കൊടുക്കലാണത്. സമ്പത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിലെ ഈമാൻ എന്ന് പറയുന്നത് സക്കാത്ത് നൽകലാണ്. അത് ഏറ്റവും നല്ലത് കൊടുക്കുന്നു, ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ലത് അയാൾ കൊടുക്കാണ്, ഒരു വിഷമവും ഇല്ലാണ്ടാ കൊടുക്കുന്നത്. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരവും ഈമാനിന്റെ പ്രഖ്യാപനമായി മാറണം. നിരന്തരം എൻ്റെ റബ്ബിന്റെ മുന്നിൽ എൻ്റെ ഹൃദയം കൊണ്ട്, എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട് ഈമാനിന്റെ പ്രഖ്യാപനം നിർവഹിക്കുന്ന മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ, കടന്നു പോയാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈമാൻ നമ്മുടെ ജീവിതത്തിലുടനീളം പ്രകാശം പരത്തണം. ഈമാൻ നമ്മുടെ ജീവിതത്തിലുടനീളം പ്രകാശം പരത്തുന്ന ഒന്നായി മാറണം. അതിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. ഞാൻ മുഅ്മിനാണോ എന്ന് തിരിച്ചറിയപ്പെടാനുള്ള ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അതിലൊരുപാട് സംഗതികൾ. നല്ല മുഅ്മിനാണ്, നല്ല സബറുള്ള മനുഷ്യനായി മാറുക. മുഅ്മിനാണോ, സബർ സംഭവിക്കും, നല്ല ക്ഷമയുള്ള മനുഷ്യൻ. സബർ എന്ന് പറയുന്നത് എന്താ? അസ്വസ്ഥനേ അല്ല അയാൾ, ലാഭത്തിൽ അമിതമായി ആഹ്ലാദിക്കുന്നവനല്ല, നഷ്ടത്തിൽ നിലവിട്ട് ദുഃഖിക്കുന്ന മനുഷ്യരുമല്ല. എല്ലാം എൻ്റെ റബ്ബിന്റെ തീരുമാനമാണ്. നല്ല സബറാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നിലവിട്ടു പോകാത്ത മനുഷ്യരായിരിക്കും അവർ. എപ്പോഴും അങ്ങനെയാ, നല്ല സബറുള്ള മനുഷ്യരാണ്. രോഗാവസ്ഥ എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്, റബ്ബിൻ്റെതാണത്. എൻ്റെ സമ്പത്ത് എൻ്റെ റബ്ബിൻ്റെതാണ്. അത് തരുന്നതും എടുത്തു മാറ്റുന്നതും പടച്ച തമ്പുരാനാണ്. ആരോഗ്യം നൽകുന്നതും എടുത്തു മാറ്റുന്നതും എൻ്റെ റബ്ബാണ്. ഇതിന്റെ പിന്നിലെ യുക്തിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം എൻ്റെ റബ്ബിൻ്റെതാണെന്ന് മാത്രം എനിക്കറിയാം. നല്ല സബറുള്ള മനുഷ്യരായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കും അസ്വസ്ഥരല്ല. നിലവിളിച്ച് പരക്കം പാഞ്ഞ് ആവലാതിക്കാരായി, പരാതിക്കാരായി, ഇങ്ങനെ പരക്കം പായുന്ന മനുഷ്യരെല്ലാം ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാവും. ചിലപ്പം കുടുംബത്തിൽ വളരെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകും. അങ്ങനെ ചിലർ നേരത്തെ വിളിക്കും അല്ലാഹു. അവിടെയൊക്കെ സബർ വേണമെന്നാ പറയാം അല്ലേ? സബർ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ ദുരന്തങ്ങളെ കുറിച്ച് കുറെ എണ്ണി പറയണില്ലേ? അവിടെ സബർ വേണം. സബർ ആർക്കേ ഉണ്ടാവുള്ളൂ? മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. നീ നൽകുന്നത് അടയാനും ആർക്കും കഴിയില്ല, നീ തടഞ്ഞതിന് നൽകാനും ആർക്കും കഴിയില്ല എന്ന നല്ല ബോധ്യമുള്ള മനുഷ്യരാണ് അവർ. അതുകൊണ്ട് അവരെവിടെയാണ് നിൽക്കുന്നത്? നല്ല സബറുള്ള. അതുകൊണ്ട് നല്ല ഈമാനിലൂടെയാണ് നല്ല സബർ. ഒരു പ്രശ്നവും ഇല്ലാത്ത മനുഷ്യരായി വരും.
ഒരു പ്രശ്നവും ജീവിതത്തിലില്ല. ഓരോ കാര്യങ്ങളും ഈമാനിന്റെ വെളിച്ചത്തിലാണ് അവരെപ്പോഴും വിശകലനം ചെയ്യുക. എല്ലാ കാര്യങ്ങളും അവരെങ്ങനെ ചെയ്യുക. കുടുംബജീവിതത്തിലൊരു പരാജയം അല്ലേ, കുടുംബജീവിതത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഭാര്യയിൽ നിന്ന് നല്ലതല്ലാത്ത അനുഭവം ഉണ്ടാകുന്ന ഒരു ഭർത്താവാണ്, ഭർത്താവിൽ നിന്ന് നല്ലതല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭാര്യയാണ് കേട്ടോ. സബറിന്റെ പാഠങ്ങൾ അവിടെ ഇങ്ങനെ വരികയാണ്. മനസ്സിലായി? അവരിങ്ങനെ അസ്വസ്ഥരാകല ഓരോ കൊച്ചു കാര്യങ്ങളിലും ഒച്ചയും ബഹളവും പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളുമായി പോകുന്നവരല്ല. എൻ്റെ റബ്ബിൻ്റെതാണ് തെരഞ്ഞെടുപ്പ്. എൻ്റെ ഭാര്യ അല്ലേ, ഭാര്യ ആണും പെണ്ണും രണ്ടാളിലും ഊതപ്പെട്ടിരിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ റൂഹാണ്, അള്ളാഹു ഊതിയതാണ്. അതിനോട് എനിക്ക് ഭയങ്കര ആദരവാണ്. ഇതെല്ലാം ഈമാനിലൂടെ സംഭവിക്കുന്നതാ. ഇത് വെറുതെ ഉണ്ടാകുന്ന ഒരു പഠനത്തിലൂടെ സംഭവിക്കുന്നതല്ല, ഈമാനിലൂടെ സംഭവിക്കുന്നത്. ഈമാൻ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളെയും, അത് കടന്നുപോയ ഖുത്ബകളിലൊക്കെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നല്ല സബറുള്ള മനുഷ്യരായിട്ട് അവർ മാറും എന്ന് മാത്രമല്ല, സമൂഹത്തിന് ഒരുപാട് ഉപകാരം അങ്ങനെയാ. ശുദ്ധ ഖുർആൻ നമുക്കറിയാലോ, ഈ വിശ്വാസികളിൽ നിന്ന് വിശ്വാസികളുടെ അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. കലിമത്തുൻ തയ്യിബത്തുൻ കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ തൂതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അങ്ങനെ പറഞ്ഞു. മുഅ്മിനീങ്ങളെ കുറിച്ച് പറയാ, കലിമത്തുൻ തയ്യിബത്തുൻ കലിമത്തു തയ്യിബ കശജറത്തിൻ തയ്യിബത്തിൻ, വിശുദ്ധമായ ഒരു വൃക്ഷം പോലെയാണത്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേരുകൾ ഓർന്നിറങ്ങിയ വൃക്ഷമാണ്. അത്ര ബോധ്യത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇത് ഹൃദയത്തിൽ, ചില ആളുകളൊക്കെ പറയാറില്ലേ ഈമാൻ ഉള്ളിലുള്ളതാണല്ലോ എന്നല്ലേ, അങ്ങനെയല്ല. ഈ ആയത്തിൽ പറയുന്നത് എന്താ? അത് ഉള്ളിലുള്ള മാത്രമല്ല, അതിന്റെ വേര് മാത്രമാണ് ഹൃദയത്തിൽ. അത് ആകാശത്ത് പടർന്നു പന്തലിച്ചേക്കുന്നതാണ് എന്ന് മാത്രമല്ല, സർവാധിനാഥനായ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അത് ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മുഅ്മിനിൽ നിന്ന് നന്മ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. സമൂഹം ആ നന്മ ഇങ്ങനെ അനുഭവിക്കുകയാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ അടയാളം പറയുന്നത് മറ്റു മുസ്ലിങ്ങളെല്ലാം അയാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതനായിരിക്കുന്നു എന്നാണ്. ആരും ഉപദ്രവിക്കുന്ന ആളല്ല. ഈമാന്റെ അടയാളം പറഞ്ഞത്. എന്നിട്ട് തുടർന്ന് പറയുന്നത് എന്താ? തൊട്ടുടനെ പറയുന്നത് വൽ മുഅ്മിനു മൻ അമിനഹു നാസു അലാ ദിമാഇഹിം വഅംവാലിഹിം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിം നേരത്തെ പറഞ്ഞു. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അമിനഹു നാസു അലാ ദിമാഇഹിം വഅംവാലിഹിം. ജനങ്ങൾ എന്താ അറിയോ, അവരുടെ സമ്പത്തിന്റെ കാര്യത്തിലും ശരീരത്തിന്റെ കാര്യത്തിലും ഇയാൾ നിർഭയനാണ്. മൂപ്പരങ്ങനെ ചെയ്യില്ല കേട്ടോ. മൂപ്പരങ്ങ് ആര് ചെയ്താലും മൂപ്പരെ ചെയ്യില്ല. ആരും പറ്റിക്കില്ല കേട്ടോ. അതാ, ആരും പറ്റിക്കില്ല കേട്ടോ മൂപ്പര്. മുഅ്മിന്റെ അടയാളമാ ഇത്. പറയണം നമ്മൾ നോക്കിയിട്ട് ഒരാള് അവിടെയാണ്. അയാൾ പറയണം, എന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് പറയാൻ സാധിക്കണം അവരങ്ങനെ പ്രത്യേക മനുഷ്യരാ കേട്ടോ. ആരെയും പറ്റിക്കില്ല, നീ ആരെയും പറ്റിക്കില്ല. എത്ര നഷ്ടം വന്നാലും. ഇതാണ് ഈമാൻ. ഇതാണ് ഈമാൻ. ഹൃദയത്തിൽ മാത്രം എന്തോന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കലല്ല. അതാ നേരത്തെ അറാബികൾ പറഞ്ഞ ഈമാൻ. അവർക്ക് അങ്ങനെ പറഞ്ഞു. അങ്ങനെയല്ലേ ഇത് ജനങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണം, അവർക്ക് ആസ്വദിക്കാൻ പറ്റണം അതിന്റെ സൽഫലങ്ങൾ. അവിടെ ഈമാൻ ഉണ്ടാകുക. ജനങ്ങൾക്ക് പറയാൻ പറ്റണം നല്ല മനുഷ്യരാ. അതുകൊണ്ടാണല്ലോ നാട്ടിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തു പോകുമ്പോ തടഞ്ഞു നിർത്തണം. അതുകൊണ്ടല്ലേ നിങ്ങൾ പോകരുത് കേട്ടോ. സംഗതി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ആദർശവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് പോകാൻ പാടില്ല. എന്താ അറിയോ, നിങ്ങൾ അത്ര വേണ്ടപ്പെട്ട ആളാണ് ഈ നാടിന്. അങ്ങനെയാ, നിങ്ങൾ ഇവിടുന്ന് പോകാൻ പാടില്ല. ബാക്കിയൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടു കടുത്ത അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷെ ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പാ, ആരും പറ്റിക്കില്ല. അതുകൊണ്ട് ശത്രു പോലും തങ്ങളുടെ വിലപിടിപ്പുള്ള മുതലുകൾ കൊണ്ടേ ഏൽപ്പിക്കുന്നത് അവിടെയാ. ഇത് മുഹമ്മദ് ഇത് സൂക്ഷിക്കണം കേട്ടോ. നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക ഉറപ്പാ. അറിയോ, ഇത് പറയാൻ പറ്റണം. ഈമാനിന്റെ മധുരം ചുറ്റുവട്ടങ്ങൾ ആസ്വദിക്കണം. ഇത് കൊടുക്കാൻ പറ്റണം. ഇവിടെയാണ് നമ്മുടെ ഈമാൻ സംഭവിക്കുക. ജനങ്ങൾ സർട്ടിഫിക്കറ്റ് തരട്ടെ, അവരും കൂടെ പറയട്ടെ അവർ സാധാരണക്കാരല്ല, അവരാരെയും പറ്റിക്കില്ല, അവരാരും ഉപദ്രവിക്കില്ല എന്നവർക്ക് പറയാൻ പറ്റണം. ഇതാണ്. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോഴോ ഈമാനിന്റെ ആ വല്ലാത്ത പ്രകട രൂപം കുടുംബജീവിതത്തിൽ നമുക്ക് കാണാം. പറഞ്ഞു അക്മൽ മുഅ്മിനീന ഈമാനൻ, നിങ്ങളുടെ കൂടെ ഏറ്റവും നല്ല ഈമാനുള്ള മനുഷ്യർ. കേട്ടോ, അവിടെ അതാ എടുത്തു പറയാം. ഏറ്റവും നല്ല ഈമാനുള്ള മനുഷ്യനെ, ഈമാന്റെ അടയാളം എവിടെ കാണണം? നിന്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാവണം.
ഈമാന്റെ അടയാളം കുടുംബജീവിതത്തിൽ ഉണ്ടാവണമെന്നേ, നിസ്കാരത്തിൽ മാത്രം ഉണ്ടായ പോരാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, നിങ്ങളുടെ കൂടെ ഏറ്റവും പൂർണ്ണമായി ഈമാനുള്ള മനുഷ്യരാരാ? അഹ്സനുഹും ഖുലുഖാ, നിങ്ങളുടെ കൂടെ ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യർ, നല്ല പെരുമാറ്റമാണ് പറഞ്ഞത്. നല്ല പെരുമാറ്റം, അതാണ് അവരുടെ പ്രത്യേകത. ഇത് കേറിയാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഈ കാര്യം, ഓട്ടോമാറ്റിക്കലി കാര്യം ഉണ്ടാവും. നല്ല മനുഷ്യരാണ് അവർ, നല്ല പെരുമാറ്റമാണ്, നല്ല സ്വഭാവമാണ്. നിങ്ങളുടെ ഏറ്റവും ഹൈറായ ആ മുഅ്മിനീങ്ങളുടെ കൂടെ തന്നെ ഏറ്റവും ഹൈറായ മനുഷ്യരാരാ? നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും ഹൈറായി പെരുമാറുന്നവരാണ്. ഉണ്ടോ? ഈമാൻ ഒരാളെ എവിടെ എത്തിച്ചു? നല്ല ഒരു ഭർത്താവാക്കി മാറ്റി. ഭാര്യയ്ക്ക് എപ്പോഴും നല്ല അഭിപ്രായമാണ്. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. എന്തൊക്കെയാണെങ്കിലും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയൊന്നുമില്ല. ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, എന്നെ നീ അദ്ദേഹത്തെ കൊണ്ട് അനുഗ്രഹിച്ചല്ലോ അല്ലാ എന്ന് പറയും വിധം ഒരു ഏറ്റവും നല്ലൊരു ഭർത്താവിനെ സൃഷ്ടിക്കണം ഈമാൻ. ഏറ്റവും നല്ലൊരു ഭർത്താവിനെ അത് സൃഷ്ടിക്കും. എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല ഭാര്യ അത് സൃഷ്ടിക്കും. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന, അപരാധികളും പരാതികളും ഇല്ലാത്ത ഏറ്റവും നല്ലൊരു ഭാര്യയെ സൃഷ്ടിക്കും. എന്ത്? ഈമാൻ. ഇതില്ലെങ്കിൽ ബാക്കിയെല്ലാം വർത്താനം മാത്രമാണ്, കാര്യങ്ങളൊന്നും നടക്കില്ല. അവ റബ്ബുമായിട്ടുള്ള ബന്ധത്തിലാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം ഗാഢമായ ബന്ധത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. മാതാപിതാക്കളോടോ അനിഷ്കുർലി വലിവാലിദൈക്, അല്ലേ, എനിക്ക് നീ നന്ദി ചെയ്യണം നിന്റെ മാതാപിതാക്കളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല 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 പിതാവിനെ, നല്ല മാതാവിനെ, നല്ല മക്കളെ, നല്ല ഭർത്താവിനെ, നല്ല ഭാര്യയെ ഒക്കെ സമ്മാനിക്കുന്നത് ഈമാനിന്റെ അടിത്തറയിലല്ലാതെ ഇസ്ലാം മനസ്സിലാകുകയില്ല, ഒരാൾക്ക് തിരിയില്ല. അതുകൊണ്ട് ഈമാൻ നമ്മുടെ ഉള്ളിൽ നല്ല രൂഢമൂലമാകണം. ഈമാനിന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറയുന്നത് വീണ്ടും, അള്ളാഹുവുമായി നല്ല ബന്ധമുള്ള മനുഷ്യരായി, പടച്ചവനുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ്. അള്ളാഹു റസൂലുമായി നല്ല ബന്ധമുള്ള, വിശുദ്ധ ഖുർആനുമായി ഗാഠമായ ബന്ധമുള്ള, അതിനൊക്കെ ഭയങ്കര ആദരവുള്ള, ഭയങ്കര ബഹുമാനമുള്ള, ഹൃദയം നിറഞ്ഞ സ്നേഹമുള്ള, അള്ളാഹുവിൻ്റെ മലക്കുകളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യർ, അതിലേക്ക് ഉയരാൻ പറ്റുക എന്നതാണ് നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കി മാറ്റുന്നത്. സർവാധിനാഥനായ പടച്ചതമ്പുരാൻ ആ നിലയിലൊക്കെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا كما أمر وأشهد أن لا إله إلا الله وحده لا شريك له المتعالي عن المشاركة والمشاكرة لسائر البشر وأشهد أن محمدا عبده ورسوله النبي المعتبر. أيها الناس، أوصيكم عباد الله وإياي بتقوى الله، واعلموا أن الله تعالى صلى على نبي قديما فقال تعالى: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الأربعة الخلفاء الراشدين المهديين، عن أبي بكر الصديق وعمر الفاروق وعثمان ذي النورين وعلي المرتضى وعن بقية الصحابة والقرابة كلهم أجمعين وعن التابعين وتابع التابعين وتابعهم بإحسان إلى يوم الدين. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് മുത്തക്കികളായി ജീവിക്കണമെന്ന് വീണ്ടും വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചമ്പുരാൻ അവനെ മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടും മുത്തക്കികളായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം നല്ല നിറഞ്ഞ ഈമാനിൻ്റെ, ഇസ്ലാമികമായ ബോധ്യങ്ങളുടെ, ഇസ്ലാമികമായ മൂല്യങ്ങളുടെ ജീവിതമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തഖ്വ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നല്ല സൂക്ഷിച്ചുള്ള ജീവിതം, സൂക്ഷ്മതയുള്ള ജീവിതം. നാളെ പരലോക നാളിൽ എനിക്കെതിരെ പരാതിക്കാരും ഉണ്ടാകാൻ പാടില്ല എന്ന ബോധ്യത്തിലുള്ള ജീവിതം. അതുകൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി തഖ്വല്ലാഹ് മുസ്തതഅതും, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്ന മനുഷ്യരാണ്. എൻ്റെ കച്ചവടം ഏറ്റവും സത്യസന്ധമാണ്. ലാഭമാകട്ടെ ലാഭം കിട്ടാതിരിക്കട്ടെ, സത്യസന്ധനായ കച്ചവടക്കാരനാണ്. ആ അർത്ഥത്തിലൊക്കെ എപ്പോഴും ജീവിതത്തിൽ ഈ ഈമാനിൻ്റേതായ അടയാളങ്ങൾ സൂക്ഷിക്കുന്ന മനുഷ്യരായി മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തന്ന ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞ സലാമത്തായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അള്ളാഹുവെ, അവരിൽ നിന്നും നിന്നിലേക്ക് വന്നിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ നീ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നല്ല ആഫിയത്തുള്ള ഈമാനുള്ള ദീർഘായുസ് നൽകി ബർക്കത്തുള്ള ജീവിതം കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകുന്ന ജീവിത വിഭവങ്ങൾ, ഞങ്ങളുടെ ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സന്താനങ്ങൾ, ദീന്, ദുനിയാവ്, ഇൽമ്, ഈമാൻ സർവ്വകാര്യങ്ങളിലും ബർക്കത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അവശ വാർദ്ധക്യത്തിൽ നിന്ന്, മാരകങ്ങളും ഭയാനകങ്ങളുമായ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ കാത്തു രക്ഷിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഭാവി സന്തതി പരമ്പരകൾക്ക് ഹിദായത്ത് നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ലോകത്തുടനീളം പടച്ചവനെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന, പരിശ്രമിക്കുന്ന, പോരാട്ട ഭൂമികളിലുള്ള ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സനാ ഫലാ തുദില്ലനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم لا تشوي خلقنا بالنار فلا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.